ഒരു രാജ്യം ഇതല്ലേ പറയുന്നു. എന്താ അതുകൊണ്ടുള്ള പ്രയോജനം? ഒരു രാജ്യം, ഇന്ത്യ എന്നുള്ള രാജ്യം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 47-ന് ശേഷവും ഇന്ത്യയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? നമ്മുടെ ഇന്ത്യയെ വെട്ടിമുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? ആ രൂപത്തിൽ ഇല്ലല്ലോ. ഇന്ത്യക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷേ ആരാ കുഴപ്പമുണ്ടാക്കുന്നത്? കുഴപ്പമുണ്ടാക്കുന്നത് ഇവർ തന്നെയാണ്. RSS ആണ് കുഴപ്പമുണ്ടാക്കുന്നത്, BJP ആണ് കുഴപ്പമുണ്ടാക്കുന്നത്. അവരാണ് നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കുന്നത്, അവരാണ് വർഗീയ വിത്തുകൾ വിതക്കുന്നത്, അവരാണ് രാജ്യത്തിനകത്ത് വലിയ രീതിയിലേക്കുള്ള അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നത്. അവരാണ്. അപ്പൊ അവരാണ് തിരുത്തേണ്ടത്, ഇന്ത്യൻ ഭരണഘടനയല്ല തിരുത്തേണ്ടത്. അപ്പൊ ഈ നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് RSSന്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിനകത്ത് വലിയ രീതിയിലേക്ക് ചർച്ചയാവേണ്ടതുണ്ട്. ചർച്ചയാവുന്നില്ല. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല. BJPയും മുസ്ലിം ലീഗും അല്ലേ, അതിനനുസരിച്ച് മുസ്ലിം ലീഗും ഉണ്ട്. മുസ്ലിം ലീഗിന്റെ ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ, ആ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം ജയിച്ചപ്പോ ആദ്യ പ്രകടനം നടത്തിയ ജമാഅത്തെ ഇസ്ലാമി, RSSും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും കോൺഗ്രസും എല്ലാം കൂടി ഒരു മഴവിൽ സഖ്യം രൂപപ്പെടുകയാണ്. എന്തിനു വേണ്ടി? കേരളത്തിനകത്ത് ഇപ്പോ ഒരു ഗവൺമെന്റ് ഉണ്ട്, ഇടതുപക്ഷ ഗവൺമെന്റ്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ അലോസരമാണ്. അതിനെ തകർക്കണം. ഇന്ത്യയിലെ ഒരു തുരുത്ത് അത് കേരളമാണ്. ആ കേരളത്തിലെ തുരുത്തിലുള്ള വെളിച്ചം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പ്രവഹിക്കുകയാണ്. കേരളം ഒരുപാട് മേഖലകളിൽ കേരളം കൈവരിക്കുന്ന നേട്ടങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു? കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സാമ്പത്തിക ഉപരോധവും കേരളത്തിനോട് കാണിച്ചു. നയാ പൈസ കൊടുക്കുന്നില്ല, വികസനങ്ങൾ മുരടിച്ചു. നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് നമുക്ക് കിട്ടാൻ അർഹതപ്പെട്ട